ക്ലയന്റിനോട് പോലീസ് മുറ കാണിക്കോ? ഇല്ല. ഉറപ്പല്ലേ? ഈ റെന്റിനെടുത്ത കാറ് തിരിച്ചു കൊടുക്കുമ്പോഴാണ് ഇവരെ തനി നിറം മനസ്സിലാവുക. എല്ലാവരും അല്ല കേട്ടാ, ചിലർ. ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ റെന്റേ കാർ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ, കുറച്ച് ദിവസം ഉപയോഗിക്കാൻ. പിന്നെ ഇവിടെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ കാർ ഇല്ലാത്ത ഒരു വീക്കെൻഡിൽ റെന്റേ കാർ ഡിപ്പെൻഡ് ചെയ്യും. ഇവർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് എമൗണ്ട് കൊടുക്കുമല്ലോ. കാറ് തിരിച്ചു കൊടുക്കുമ്പോൾ ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് ഇവരെന്തെങ്കിലും പേര് പറഞ്ഞിട്ട് തിരിച്ചു തരാതിരിക്കുക. കാറ് റെന്റിനെടുക്കാനുള്ള നല്ലൊരു ഓപ്ഷൻ നിങ്ങൾ നോക്കുന്നുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉള്ളതാണ്. ചില റെന്റേ കാർ കമ്പനീസ് ഡെയിലി റെന്റ് കുറച്ചിട്ട് നമുക്ക് ഓഫർ ഇടും. നമ്മൾ പോയിട്ട് കാർ റെന്റിനെടുക്കും, ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കും. കാറ് തിരിച്ചു കൊടുക്കാൻ പോകുമ്പോഴാണ് അവർ വാഷിംഗ് ചാർജ്, ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് അവരങ്ങ് എടുത്തു കളയുന്ന ഒരവസ്ഥ. പലരും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ കാർ റെന്റിന് എടുക്കുമ്പം ഡെപ്പോസിറ്റ് എമൗണ്ട് കൊടുക്കൽ നിർബന്ധമാണ്. പക്ഷേ മെയിനായിട്ട് ഡെപ്പോസിറ്റ് എമൗണ്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫൈന് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിനൊന്നും ചിലത് വരില്ല. പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് കുറച്ച് ഡിലേ ആവും. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ ഫൈനുണ്ടോ കാര്യങ്ങളുണ്ടോ നോക്കിയിട്ടാണ് ഇവർ ഈ എമൗണ്ട് തിരിച്ചു തരിക. ഇപ്പോൾ ചിലർ ചോദിക്കും, ആപ്പുകളുണ്ടല്ലോ റെന്റേക്കാർ, അത് ത്രൂ ആണെങ്കിൽ നമ്മളൊന്നും ഡെപ്പോസിറ്റ് ചെയ്യേണ്ട. അവിടെ നമ്മളെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓതറൈസേഷൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫൈന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയില്ല, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഇവർക്ക് ആവശ്യമുള്ള തുക ഇവർ കട്ട് ചെയ്യും. ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് ഫൈൻ്റെ ആവശ്യത്തിന് മാത്രമാണ് ഉപയോഗിക്കുക. ഫൈൻ വന്നിട്ടില്ലെങ്കിൽ തിരിച്ചു തരും. മാത്രമല്ല, കാറിന് നിങ്ങൾ ഏതും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് റീസണബിൾ ആയിട്ടുള്ള ചാർജ് മാത്രമേ ഈടാക്കൂ, അല്ലാതെ ഹിഡൻ ചാർജസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ചാലഞ്ചർ പോലത്തെ 2 ഡോർ കൂപ്പേസ് അവൈലബിൾ ആണ്. അതുപോലെ 2026 മോഡൽ നിസാൻ പെട്രോൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവരുടെ റെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് കാർസിന് 6980 മുതലാണ് കേട്ടോ. ഷബാസ് ഭായ്, എൻ്റെ വീഡിയോ കാണുന്ന പലരും നിങ്ങളെ നമ്പർ സേവ് ചെയ്യും. അപ്പോൾ അവർക്ക് എന്ത് ഓഫറാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക റെന്റേ കാറിൽ? കസ്റ്റമർ ഇപ്പോൾ 1 വീക്ക് വണ്ടി റെന്റിന് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് 5 ഡേയ്സിൻ്റെ പേയ്മെൻറ്റ് തന്നാൽ മതി. പിന്നെ 4 ഡേയ്സിന് എടുക്കുന്നുണ്ടെങ്കിൽ 3 ഡേയ്സിൻ്റെ പേയ്മെൻറ്റ് തന്നാൽ മതി. 3 ഡേയ്സിൻ്റെ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ബ്ലൂ ഡയമണ്ട് റെന്റേ കാർ കറാമയിലുള്ളത്. ഇവരത് ബ്രാൻഡ് ന്യൂ നിസാൻ പെട്രോൾ ഉണ്ട്. അതുപോലെ തന്നെ മിസ്തുബിഷിൻ്റെ ഒക്കെ 7 സീറ്റർ ബ്രാൻഡ് ന്യൂ ഉണ്ട്. കുറച്ച് കാറുകൾ ഞാനിവിടെ കാണിക്കാം. റെന്റേ കാറിന് നല്ലൊരു റെഫറൻസ് നോക്കുന്നുണ്ടെങ്കിൽ ബ്ലൂ ഡയമണ്ടിൻ്റെ നമ്പർ വെക്കുക. നിങ്ങളെ റെൻ്റൊക്കെ റീസണബിൾ അല്ലേ? അതെ. ക്ലയന്റിനോട് പോലീസ് മുറ കാണിക്കോ? ഇല്ല. ഉറപ്പല്ലേ? ഇവ എൻ്റെ വീഡിയോ കണ്ട് വന്നോല് ഉറപ്പായിട്ട്. ഇപ്പോൾ കസ്റ്റമർ വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ നിങ്ങളൊരു കസ്റ്റമർ വന്നപ്പോൾ മാന്യമായിട്ട് ഡീൽ ചെയ്യുന്ന കണ്ടു. വീഡിയോയുടെ ഭാഗമായിട്ട് ചെയ്യുന്നല്ല കേട്ടോ. ഈ റെന്റേ കാർ ഇഷ്യൂസ് ഫേസ് ചെയ്ത ഒരാളും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് ഇങ്ങനെ ഒരു റെഫറൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. കാർ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് മാന്യമായിട്ട് തിരിച്ചു കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇടങ്ങാറാക്കലും ഇവരാക്കില്ല എന്ന പ്രോമിസ് എനിക്ക് തന്നത്. പിന്നെ ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് നിങ്ങൾ ഫൈൻ ആക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനും നിശ്ചിത ഡേയ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ എമൗണ്ട് ഇവർ 100% തിരിച്ചു കൊടുക്കുകയും ചെയ്യും. വേറൊരു കാര്യം ഇവർ പറഞ്ഞത്, ചില ക്ലയൻറ്റ്, നല്ല മാന്യന്മാരായിട്ടുള്ള ക്ലയൻറ്റ്സ് കാർ കൊണ്ടുപോയിട്ട് ഫുൾ ടാങ്ക് പെട്രോൾ ആയിട്ട് ഇവർക്ക് തിരിച്ചു കൊടുക്കും. അപ്പം നിങ്ങൾ ആ കാർ എടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുമ്പോൾ അത് ഫുൾ ടാങ്ക് ആക്കി കൊടുക്കണമെന്നൊരു നിർബന്ധം ഇവർക്കില്ല. പക്ഷെ നമ്മൾ കുറച്ച് മാന്യത കാണിക്കണം, കുറച്ചൊക്കെ പെട്രോൾ വെക്കണേ.